ഹായ്, എല്ലാവരും ഉറക്കത്തിലായെന്ന് തോന്നുന്നു. അറൗണ്ട് ടൈം 9:40 രാത്രി. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസവിച്ച പശുവാണ്. നമ്മൾ നല്ല രീതിക്ക് ട്രാൻസിഷൻ കാര്യങ്ങളും എല്ലാം കൊടുത്ത് നോക്കിയതാണ്. എന്നിട്ടും മറുപിള്ള വീഴാൻ ഇത്രയും ടൈമായി. അപ്പോൾ അറൗണ്ട് 7-8 മണിക്കൂർ. ലാസ്റ്റ് വീഴാറായി, ജസ്റ്റ് ഇതാ വീണു. ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചക്ഷനൊന്നും ഇട്ട് കൊടുത്തില്ല, നോർമലായി തന്നെയാണ് നോക്കിയത്. വൈകുന്നേരം കറവ സമയത്ത് ഞാൻ വന്നപ്പോൾ തൊട്ട് ഇത്ര നേരം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പശു പ്രസവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള പട്ടികൾ കംപ്ലീറ്റ് ഇവിടെ അറ്റൻഡൻസ് വെച്ച് റെഡി ആയിട്ടുണ്ടാവും. മാച്ച് വീഴുമ്പോൾ വലിക്കാനും കുട്ടിയെ കടിച്ച് വലിക്കാനും എല്ലാം ആയിട്ട്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പശുവിനും കുട്ടിക്കും ഒക്കെ ദോഷം ചെയ്യും. ഈ മറുപിള്ള വീഴുന്ന സമയത്ത് പകുതി കടിച്ചോടിക്കഴിഞ്ഞാലേ ചിലപ്പോൾ പകുതി അറ്റ് വീഴും, പകുതി യൂട്രസിനകത്ത് തന്നെ കുടുങ്ങിപ്പോവും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ ആ പകുതി വീഴണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കാണിക്കും. അതുകൊണ്ട് കയർ അത്യാവശ്യം ലൂസിലിട്ടിക്കണ്, എന്നാലും കടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് വെച്ചേക്കുന്നത്. മാക്സിമം കഴിക്കാതെ നോക്കുക. തൊട്ടടുത്ത് നമ്മൾ നിന്ന് മറുപിള്ള വീഴുന്നവരെ നിന്ന് നോക്കുന്നതാണ് നമുക്കും പശുവിനും നല്ലത്. ഓക്കെ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ പ്രസവിച്ച ശേഷം ചൂടുവെള്ളം വെച്ച് കൊടുത്തു. പിന്നെ എക്സാപ്പാർ ടോണിക് പോലുള്ള സാധനം അത് നമ്മൾ കൊടുത്തു. വൈബ്രാക്കാലിൻ്റെ കാൽസ്യം ജെല്ല് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പുല്ലും തീറ്റയും നന്നായിട്ട് കൊടുത്തു. ആവശ്യത്തിന് കുടിക്കാൻ വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്ത്, വേറൊന്നും എക്സ്ട്രാ ചെയ്തില്ല. നോർമലി നമുക്ക് 1.5 മണിക്കൂർ തൊട്ട് 3-5 മണിക്കൂർ മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടുണ്ടായിരുന്നു. ഒരു പശുവിന് നമ്മളാണ് വെറ്റ്മേറ്റിൻ്റെ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് നമുക്ക് മറുപിള്ള വീണ്ടതിലേക്ക് നോക്കേണ്ടി വന്നത്. നമ്മൾ മാക്സിമം 7-8 മണിക്കൂറൊക്കെ നോക്കും നാച്ചുറലായിട്ട് വീഴാൻ വേണ്ടിയിട്ട്. ഒരു വഴിക്കും പറ്റില്ല എന്ന് തോന്നിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒട്ടും പുറത്തേക്ക് കാണുന്നില്ല എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷം, മറുപിള്ള വീണിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.